ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഡൽഹിക്ക് പോയ സമയത്ത് അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി നമ്മൾ പണിക്കർ ട്രാവൽസിലാണല്ലോ ബുക്കിംഗ് ചെയ്തത്. 2 ദിവസത്തെ പാക്കേജ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ നമ്മൾ സെലക്ട് ചെയ്തത് താജ്മഹൽ ആഗ്ര മധുര ട്രിപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ താജ്മഹലിൽ പോകാൻ വേണ്ടി ഞാൻ കിച്ചണും കൂടെ വൈറ്റും ഇട്ടിട്ട് നേരത്തെ ഇറങ്ങിയിട്ട് കേട്ടോ. 6 മണിക്ക് നമ്മൾ പണിക്കർ ട്രാവൽസിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് 5:30 നമ്മൾ ടാക്സി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഊബറിലാണ് ഞങ്ങൾ ടാക്സി ബുക്കിംഗ് ചെയ്തത്. നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ പറ്റിക്കപ്പെട്ടതല്ല. അപ്പോൾ നമ്മൾ നേരിട്ട് സൈറ്റിലാണ് കേട്ടോ ബുക്കിംഗ് ചെയ്തത് ടാക്സിയുടെ. അപ്പോൾ ഊബറിൽ ബുക്കിംഗ് ചെയ്തപ്പോൾ ടാക്സി നേരത്തെ തന്നെ 5:30 തന്നെ അവിടെ വന്ന് നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കിച്ചണും കൂടെ പെട്ടെന്ന് തന്നെ കയറി കേട്ടോ. 6 മണിക്ക് നമ്മൾ ബസ് അവിടെ നിന്ന് എടുക്കും. അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾക്ക് അവിടെ എത്തണം കേട്ടോ. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ മിക്ക ആൾക്കാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ബസ്സിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. നല്ല അടിപൊളി ബസ്സായിരുന്നു കേട്ടോ. അടിപൊളി സീറ്റും കാര്യങ്ങളും നല്ല സുഖത്തിൽ തന്നെ ഞങ്ങൾ യാത്ര ചെയ്തു കേട്ടോ. ഞങ്ങളുടെ സീറ്റ് എന്ന് പറയുന്നത് മിഡിലായിരുന്നു ഞങ്ങൾ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. 17-18 ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ സീറ്റ്. ഞങ്ങൾ വേഗം തന്നെ സീറ്റിൽ കയറിയിരുന്നു. ഒട്ടുമിക്കതും മലയാളികളായിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത്. നമ്മൾ ഡൽഹിയൊക്കെ ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തേലൊക്കെ ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത്, പണിക്കർ ട്രാവൽസിലൊക്കെ. കാരണം നമുക്കൊന്നും അറിയില്ലല്ലോ. അവരാകുമ്പോൾ നമ്മളെ സേഫായിട്ട് കൊണ്ടുപോയി എല്ലാവിടെയും പറഞ്ഞ സമയത്ത് തന്നെ കറക്റ്റായിട്ട് കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സ്ഥലവും കാണിച്ച് കവറാവുന്ന ഒരു അടിപൊളി പാക്കേജായിരുന്നു. കയറിയപ്പോൾ തന്നെ അവർ നമുക്ക് ന്യൂസ് പേപ്പറൊക്കെ തന്നു കേട്ടോ വായിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ 6 മണിക്ക് തന്നെ കറക്റ്റായിട്ട് എടുക്കുമ്പോൾ 6 മണിക്ക് തന്നെ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. അതുപോലെ ഒരു 8 മണിയാകുമ്പോൾ അവരുടെ കറക്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ, ഒരു ഹോട്ടൽ. അവിടെ കൊണ്ട് തന്നെ നിർത്തി. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ അത്. ഞാനിവിടെ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഞങ്ങൾ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചത് ഇവിടെയായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ സ്റ്റൈലിലൊക്കെ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ഒരു ഫുഡായിരുന്നു കേട്ടോ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇഡലി, സാമ്പാറും വടയും പൊങ്കലൊക്കെ അടങ്ങിയ ഒരു ഫുഡാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒന്നേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. കിച്ചോട്ടന് വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞു ട്രാവൽ ചെയ്യുന്ന കാരണം ഒരു കാപ്പിയാണ് കേട്ടോ കിച്ചോട്ടൻ വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ 2 ആളും കൂടി ഇത് കഴിച്ചു. കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവർ കറക്റ്റ് അരമണിക്കൂറായിരുന്നു കേട്ടോ നമുക്ക് സമയം തന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ ഭക്ഷണം കഴിച്ച് ബസ്സിൽ കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കറക്റ്റ് 30 മിനിറ്റിൽ എല്ലാവരും തന്നെ ബസ്സിൽ കയറി വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി കേട്ടോ. അങ്ങനെ താജ്മഹൽ നമ്മൾ ഇരിക്കുന്ന ഡൽഹിയിൽ നിന്ന് കറക്റ്റ് 3 മണിക്കൂറുണ്ട് കേട്ടോ. 3-3.5 മണിക്കൂറുണ്ട് കേട്ടോ. അങ്ങനെ 10:30 ആവുന്ന സമയത്ത് നമ്മൾ നേരെ താജ്മഹൽ എത്തി. വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണേ. പാർക്ക് ചെയ്യാൻ പോയതും തന്നെ നമ്മൾ അവരുടെ വണ്ടി പാർക്ക് ചെയ്യുന്നവിടെ നിന്ന് താജ്മഹൽ എത്തുന്നവർ വരെ നടക്കാനുള്ള ദൂരം ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എല്ലാവർക്കും പോകാൻ 20 രൂപ ടിക്കറ്റ് ആയിരുന്നു. ഒരാൾക്ക് 20 രൂപ ടിക്കറ്റ് ആയിരുന്നു കേട്ടോ. ഒരു കിലോമീറ്റർ ഒന്നും ഇല്ല, പക്ഷെ നമ്മൾക്ക് എല്ലാവരും ഇങ്ങനത്തെ വണ്ടിയിലാണ് കേട്ടോ അവിടെ വരെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ 3 വണ്ടി എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടോ ആ വണ്ടിയിൽ. ആ വണ്ടിയിൽ പോകാൻ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. കാറ്റൊക്കെ തന്നെ കൊണ്ട് ഞങ്ങൾ ആസ്വദിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകത ഒരു ഫീലായിരുന്നു കേട്ടോ. നമ്മൾ കുതിര വണ്ടിയിലൊക്കെ പോകുന്ന ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ കൊണ്ട് എത്തിച്ചു കേട്ടോ. അവിടെ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ ഏത് ഹോട്ടൽ നമ്മൾ കയറിയാലും ഏത് സ്ഥലത്ത് പോയാലും സെക്യൂരിറ്റി ചെക്കിംഗ് ഒന്നും ഇല്ലാതെ നമ്മൾ ഒരിക്കലും എയർപോർട്ടിൽ എങ്ങനെയാണോ ചെക്കിങ് അതുപോലെ എല്ലാ ചെക്കിങ് കഴിഞ്ഞിട്ട് കേട്ടോ എല്ലാ സ്ഥലത്തിലും അകത്ത് കയറാൻ പറ്റുള്ളൂ നമുക്ക്. മൊബൈല്, കാര്യങ്ങൾ, ബാഗ് എല്ലാവരും ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് ബോഡി ചെക്കിങ് മൊത്തം കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറ്റിട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി നിൽക്കുമായിരുന്നു. ഓൾറെഡി ഞങ്ങളെ ഈ പാക്കേജിൽ എൻട്രി ഫീ ഒന്നും താജ്മഹൽ എവിടെ കാണാൻ പോകുന്നതിൻ്റെ എൻട്രി ഫീ ഒന്നും ഉൾപ്പെടില്ല കേട്ടോ. അതൊക്കെ നമ്മൾ തന്നെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പം നമ്മളോട് ട്രാവൽസിൽ കയറിയപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫോണിൽ അവരവരുടെ ഫോണിൽ ടിക്കറ്റ് എല്ലാം ബുക്കിംഗ് ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ താജ്മഹൽ പോകാനുള്ള ടിക്കറ്റ് ഞങ്ങൾ എല്ലാവരും തന്നെ ബസ്സിലിരുന്ന് തന്നെ ബുക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടിക്കറ്റ് കാണിച്ച് ഞങ്ങളെല്ലാവരും ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഉള്ളിൽ കയറി കേട്ടോ. ഞങ്ങൾക്ക് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ഓരോ ട്രാവൽസിനും ഓരോ ബസ്സിലും ഒരു ഗൈഡ് ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ ഗൈഡിനെ കുറിച്ച് പറയാനില്ല ഗൈസ്. നമ്മുടെ ഈ ഏകദേശം ഒരു ഇൻഫ്ലുവൻസർ പോലെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അയാൾ മെലിഞ്ഞിട്ടാണ് കേട്ടോ. പാവം ഞങ്ങളെല്ലാവിടെയും ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും താജ്മഹലാണെങ്കിലും ആഗ്രഹം പോവുകയാണെങ്കിൽ ആ ദിവസത്തെ പാക്കേജ് മൊത്തം അയാൾ എല്ലാവിടെയും ഞങ്ങൾക്ക് എടുത്ത് ഇങ്ങനെയാണെന്ന് എല്ലാത്തിനെ കുറിച്ച് സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ ഞങ്ങളെ കൊണ്ടുപോയത്. അടിപൊളി ഗൈഡായിരുന്നു. ആ പോകുന്നില്ലേ അയാളാണോ ഞങ്ങളുടെ ഗൈഡ്. നേരെ അകത്ത് കയറുന്നുണ്ടോ നമ്മൾ.
അകത്ത് കയറി ഒരു മരത്തിൻ്റെ അവിടെ പോയി നമ്മുടെ ഗ്യാങ്ങിനെ മൊത്തം അയാൾ വിളിച്ച് അവിടെ നിർത്തി. എവിടെയൊക്കെ പോയാൽ എവിടെയൊക്കെ എത്തും, ബാത്റൂം എവിടെയാണ്, എന്താണ് പോയി വെച്ച് എല്ലാവരും സെപ്പറേറ്റ് പിരിഞ്ഞു പോയാലും ഒരേ സ്ഥലത്ത് എത്തണം പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു മീറ്റിംഗ് ആയിരുന്നു കേട്ടോ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ഗൈഡ്. പിന്നെ അവിടെ തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഏത് ക്യാമറാമാൻ്റെ കൂടെയും പറ്റിക്കപ്പെടാൻ പറ്റില്ല, നമ്മുടെ കൂടെ ഒരു ക്യാമറാമാൻ ഉണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് ഫോട്ടോ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്കൊരു ബോർഡ് അവിടെ നിന്ന് താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങോട്ട് ഡയറക്ഷനാണ് കേട്ടോ, അത് എങ്ങോട്ട് പോയാൽ എവിടേക്ക് എത്തുന്നുള്ളതിൻ്റെ ഡയറക്ഷനാണ്. പിന്നെ അതൊക്കെ കാണിച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ അകത്ത് കയറി കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി താജ്മഹൽ ഫ്രണ്ട് എത്തി. ഈ ഫ്രണ്ട് ഭാഗമില്ലേ, ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ അലൗഡുള്ളൂ കേട്ടോ, ഫോട്ടോ എടുക്കാനും. കാരണം അതിനകത്ത് പോയാൽ നമുക്കൊന്നും പറ്റില്ല. ആ ഫ്രണ്ടിൽ കാണുന്ന ഇവിടെ നിന്ന് വേണം കേട്ടോ നമുക്ക് എല്ലാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ക്യാമറാമാനെയും കൂടി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഞങ്ങളെല്ലാവരുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കിച്ചോറിനും കൂടെ ബാക്കിൽ ഒരാളുടെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അയാൾ വീഡിയോ ഒക്കെ എടുത്ത് തരികയാണേ. അങ്ങനെ 20 ഫോട്ടോ എടുത്തു എന്ന് വെച്ചാൽ നമുക്കൊരു ആൽബം ആക്കി തരും കേട്ടോ ക്യാമറാമാൻ. ഞങ്ങൾ 20 ഫോട്ടോകളും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞ് ആൽബമൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറുകയാണേ. പക്ഷേ ഇത്രയൊക്കെ ടൂറിസ്റ്റുകാർ വരികയാണെങ്കിലും താജ്മഹൽ ഒരു കുഴപ്പമില്ല ഗൈസ്. പക്ഷേ ആ ഫ്രണ്ടിലുള്ള ആ വെള്ളമൊക്കെ ഇല്ലേ, അതൊക്കെ ഫുൾ അഴുക്ക് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയാമെന്നറിയുന്നില്ല, എനിക്കത് ഇഷ്ടപ്പെടില്ല. അതെങ്കിലും അവർക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചുകൂടായിരുന്നില്ല. ഒരു പാശാറൊക്കെ പിടിച്ചിട്ട് ഒരു അഴുക്ക് വെള്ളമായിരുന്നു കേട്ടോ താജ്മഹൽ ആ ഫ്രണ്ട് പോർഷനിലുള്ളത്. ഞങ്ങളെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് നടക്കുമായിരുന്നു. ഇവിടെയെങ്കിലും ഇത്രയും ടൂറിസ്റ്റ് വരുന്നവരല്ലേ, കാശ് വാങ്ങുന്നവരല്ലേ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അത് സംസാരിച്ച് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ താജ്മഹലിനെ കുറിച്ച് പറയണമെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ആ ഫ്രണ്ട് ഭാഗം മാത്രമേ, ആ വെള്ളത്തിൻ്റെ മാത്രമേ നമുക്കൊരു ഹൈലൈറ്റ് ചെയ്ത് കണ്ടുള്ളൂ, ബാക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ താജ്മഹലിനകത്ത് കയറുന്ന സമയത്ത് നമുക്ക് ഷൂ കവർ വാങ്ങണം കേട്ടോ. എല്ലാവരും ആരാണെങ്കിലും നമുക്ക് ഷൂ കവർ ഇടണം. ഞാനും കിച്ചോറിനൊക്കെ കവർ ഇടുക കേട്ടോ. ഈ കവറില്ലാതെ നമ്മൾ അവരെ അകത്ത് കയറ്റില്ല. കാരണം അത്രയും അങ്ങനെയാണല്ലോ അത് വെച്ചിട്ടുള്ളത്. അതിപ്പോൾ നമ്മളത് അഴുക്ക് പിടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ ഷൂ കവറൊക്കെ ഇട്ട് പോവുകയാണേ. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നടക്കാൻ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വെയിലായിരുന്നു അവിടെ. കുഞ്ഞു വഴി കേട്ടോ. ഈ കുഞ്ഞു വഴി കൂടെ പോയിട്ട് ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. ആ സ്റ്റെപ്പ് കൂടെ നമ്മൾ കയറിയതും ഡയറക്റ്റ് മേലെ എത്തും കേട്ടോ. പിന്നെ നമ്മളെ മേലെ നമ്മൾ ആ ഉള്ളിലേക്ക് പോകുന്ന ആ സൈഡ് തൊട്ടിട്ട് നമുക്ക് ഫോണൊന്നും അലൗഡല്ല, ക്യാമറ ഫോട്ടോ എടുക്കാനോ ഒന്നും അലൗഡല്ല കേട്ടോ. ഞാൻ ആ എത്തുന്ന അതുവരെ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ടുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഈ ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും അലൗഡല്ല കേട്ടോ. ഫോൺ തന്നെ ഓപ്പൺ ചെയ്യാൻ അവർ കുറേ പേര് അവിടെ സെക്യൂരിറ്റികൾ നിൽക്കുന്നുണ്ട്, നമുക്ക് അലൗഡല്ല. അത് ഞങ്ങൾ അവിടെയൊക്കെ ഉള്ളിലൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഇറങ്ങി വരുന്ന ഭാഗമുണ്ടോ ഇത്. ഇറങ്ങി വന്നതും തന്നെ നമ്മളെ വീണ്ടും നമ്മുടെ ഗൈഡ് നമുക്ക് ക്ലാസ് തരും കേട്ടോ. ഇതിനെക്കുറിച്ച് ആ കൊത്തുപണികളില്ലേ അതിൽ, അത് ഓരോന്നും എന്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു, അത് ഓരോ ആഭരണങ്ങളെക്കുറിച്ചും ഓരോ സിമ്പലും ഓരോന്നിനെ കുറിച്ച് സൂചിപ്പിക്കേണ്ട അത് ചെയ്യുന്നു. അതിനൊക്കെ കുറിച്ച് നമുക്ക് ക്ലാസ് തരുന്നു നമ്മുടെ ഗൈഡ്. അടിപൊളി ഗൈഡായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അയാളെ. കണ്ടാൽ അയാളെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ആരോഗ്യം പോലും ഇല്ലയെന്ന് തോന്നുന്നുട്ടോ. അത്രയും ഒരു മെലിഞ്ഞ ഒരാളായിരുന്നു. പക്ഷെ അയാൾ പാവം നമ്മളെയും കൊണ്ട് അത്രയും നമുക്ക് ക്ലാസ് എടുത്ത് തന്നു കേട്ടോ. നമ്മൾ ആ വെയിലത്ത് കൊണ്ട് നടന്നിട്ട് എല്ലാവർക്കും, ഞങ്ങളുടെ ബസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അയാളെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കണ്ട് പുറത്തിറങ്ങുകയാണേ. ഈ വഴി കൂടിയാണ് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് നടന്ന് കയറിയ വഴിയല്ല, പുറത്ത് ഈ സൈഡിൽ കൂടി ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയത് തന്നെ നമ്മുടെ ക്യാമറമാൻ നമുക്ക് എടുത്ത ഫോട്ടോ, ഞങ്ങൾ 20 ഫോട്ടോകൾ എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ആൽബം ആക്കിയിട്ട് നമുക്ക് തന്നു. വീണ്ടും നമ്മൾ അതേ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ ബസ്സിൻ്റെ സൈഡിലേക്ക് വരികയുണ്ടോ, പാർക്കിംഗ് ചെയ്ത സൈഡിലേക്ക് വരികയാണ്. എല്ലാവരും ടയേർഡായിട്ടോ, അതുപോലത്തെ വെയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പോകുന്ന പോലെ എല്ലാവരും തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ നമ്മൾ നേരെ ബസ്സിൽ പെട്ടെന്ന് തന്നെ എല്ലാവരും ബസ്സിനകത്ത് കയറിയിട്ടോ. എല്ലാവർക്കും തന്നെ ടയേർഡായി. ഇപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ബസ്സിനകത്ത് കയറിയിട്ടോ. നമുക്ക് താജ്മഹൽ എത്തിയത് താജ്മഹൽ 6 മണിക്ക് അവിടെ നിന്ന് കയറിയിട്ട് എത്തിയത് 10 മണിക്കാണ് ഇവിടെ എത്തിയത്. അങ്ങനെ നമുക്കൊരു 1.5 മണിക്കൂർ സമയം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാക്സിമം ഒരു 12 മണിക്കൂർ എല്ലാവരും തിരിച്ച് കയറണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഷാർപ്പ് 12 മണിയാകുമ്പോൾ എല്ലാവരും തന്നെ ബസ്സിനകത്ത് കയറിയിട്ടോ. തിരിച്ച് കയറിയെന്ന് തന്നെ നമുക്ക് ഫ്രൂട്ടിയൊക്കെ തന്നു കേട്ടോ അവർ കുടിക്കാൻ വേണ്ടിയിട്ട്.
നല്ല അടിപൊളി ടൂർ പാക്കേജ് ആയിരുന്നു കേട്ടോ. അവർ കയറിയപ്പോൾ തന്നെ പേപ്പറൊക്കെ വായിക്കാൻ തന്നു, അതുപോലെ തന്നെ ടയേർഡായപ്പോൾ ഫ്രൂട്ടിയൊക്കെ തന്നു കുടിക്കാൻ. ഫ്രൂട്ടിയൊക്കെ കുടിച്ച് പെട്ടെന്ന് തന്നെ ഒരു ബസ് എടുത്തുട്ടോ നേരെ പോയത് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫസ്റ്റ് ഡേ പാക്കേജിന് മാത്രമേ ഫ്രൂട്ടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു സെക്കൻഡ് ഡേ നമ്മൾ ഡൽഹി ലോക്കൽ ടൂർ എടുത്തിട്ടുണ്ടായിരുന്നു, അതിലൊന്നും അത് തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ. അങ്ങനെ അവർ നമ്മളൊരു 1 മണിയാകുമ്പോൾ നമ്മൾ കറക്റ്റ് അവർ എപ്പോഴും പോകുന്ന ഹോട്ടൽ തന്നെയാണ് തോന്നുന്നു, ഹോട്ടൽ അമറിൽ കൊണ്ട് നിർത്തി കേട്ടോ. ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ഈ ട്രാവൽ പൈസ മാത്രമേ അവരുള്ളൂ കേട്ടോ. ബാക്കി ഫുഡാണെങ്കിലും എവിടെ കാണാൻ പോകണമെങ്കിലും എൻട്രി ഫീ ആണെങ്കിലും എല്ലാം നമ്മൾ കൊടുക്കണം കേട്ടോ. ഫുഡിൻ്റെയൊക്കെ ബൊഫേ സിസ്റ്റം ആയിരുന്നു, നമ്മൾ തന്നെയാണ് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. റൈസും ചപ്പാത്തിയും കുറുമയും പിന്നെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഏകദേശം. അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വന്നത് ആഗ്ര. ആ ട്രിപ്പിൽ സെക്കൻഡ് സ്ഥലം എന്ന് പറയുന്നത് ആഗ്രയാണ് കേട്ടോ, ആഗ്രക്കോട്ട. അങ്ങനെ നമ്മുടെ ബസ്സിലിരുന്ന് തന്നെ അവർ ബുക്കിംഗ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്ന് ബുക്കിംഗ് ചെയ്തു, കുറച്ച് പേരൊക്കെ ഡയറക്റ്റ് വന്ന് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാനെങ്കിൽ ചെന്നൊക്കെ ബസ്സിലിരുന്ന് തന്നെ ഞങ്ങൾ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തവരെല്ലാവരും കൂടെ അകത്ത് കയറുകയാണ് ഞങ്ങളുടെ ടീം. നമ്മുടെ ഗൈഡ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. താജ്മഹൽ കണ്ടിറങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും ടയേർഡായിട്ടോ. അപ്പോൾ അത് കാരണം ആഗ്രാകോട്ടയൊക്കെ ഞങ്ങളെല്ലാവരും നമ്മുടെ ഗൈഡ് എന്നാലും വിട്ടില്ല കേട്ടോ. ആ വെയിലത്ത് നിന്ന് നല്ലോണം ക്ലാസ് എടുത്ത് തരും കേട്ടോ ആഗ്രാകോട്ടയെക്കുറിച്ചൊക്കെ. എത്ര ടയേർഡാണെങ്കിലും അയാളുടെ സംസാരത്തിൽ നമ്മൾ നിന്ന് പോകും കേട്ടോ അവിടെ. അങ്ങനെ ക്ലാസ് എടുത്തായിരുന്നു പാവം. ഇവിടേക്ക് നമുക്ക് ഒരു 1 മണിക്കൂറിനകത്ത് തന്നെയുണ്ട് നമുക്ക് സമയം തന്നിട്ടുണ്ടായിരുന്നത്. അവർക്കൊരു ടൈമിംഗ് ഉണ്ട്, ആ ടൈമിങ്ങിൽ തന്നെ കറക്റ്റായിട്ട് എല്ലാ സ്ഥലവും നമ്മൾ കവർ ചെയ്ത് പറഞ്ഞ സമയത്ത് നമ്മൾ ബസ്സിലെത്തിയിരിക്കണം. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ അവർ പാക്കേജ്. ആഗ്രാകോട്ടയൊക്കെ അങ്ങനെ ഏകദേശം കുറച്ച് എല്ലാവർക്കും ടയേർഡായത് കാരണം കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്നു. എന്നാലും നമ്മുടെ ഗൈഡ് ഇരിക്കാൻ അയക്കില്ല കേട്ടോ. കറക്റ്റ് ടൈമിൽ അവർക്ക് ബസ്സിൽ കയറണം നമ്മൾ. അപ്പോൾ ഏകദേശം എല്ലാവരും ഒരുമിച്ച് തന്നെ നടന്നു കേട്ടോ. നല്ല അടിപൊളി, കാണാൻ ഒരുപാട്, നടക്കാൻ ഒരുപാട് ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ എല്ലാവർക്കും തന്നെ ടയേർഡായി. അങ്ങനെ ഒരു വെയിലായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ ആഗ്രാകോട്ടയിൽ ഈ ഭാഗത്തു നിന്ന് നോക്കിയെന്ന് വെച്ചാൽ നമ്മുടെ യമുന നദിയും താജ്മഹലൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മുടെ താജ്മഹലിന് നമ്മൾ കണ്ട് ഇറങ്ങിയിട്ട് ആ ലിപികളൊക്കെ കാണിച്ചു തന്നില്ല, അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഈ ആഗ്രാകോട്ട നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ താജ്മഹൽ അടിപൊളിയായി കാണാൻ പറ്റും കേട്ടോ. താജ്മഹലും നമ്മുടെ യമുന നദിയും എല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു കേട്ടോ. തിരിച്ച് ആഗ്രയിൽ നിന്ന് ഇറങ്ങി അടുത്ത് നമ്മൾ പോയത് മധുരാപുരിയാണ്. അവിടെ നമുക്ക് കൃഷ്ണൻ ജനിച്ച സ്ഥലമാണ്. അവിടെ നമുക്ക് മൊബൈലോ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല. അത് കാരണം എല്ലാവരും തന്നെ ഫോണ് വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത ഡൽഹിയിലെ ലോക്കൽ ടൂറുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൂടെ എനിക്ക് വേണം കേട്ടോ.